ഗൈസ്, അപ്പോൾ ഹീറോയിൽ ഒരു 125cc സെഗ്മെന്റിൽ ഒരു വണ്ടി വരുന്നുണ്ട്. സെഗ്മെന്റ് തലകീഴായി മറിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല കേട്ടോ ഇതേപോലത്തെ ഒരു അഡാറ് മുതലായിരിക്കും ആ ഒരു വണ്ടി എന്നുള്ള ഒരു കാര്യം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോന്റെ ഏറ്റവും പുതിയ എക്സ്ട്രീം 125R എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡാറ് വണ്ടിയാണ് കേട്ടോ. ലുക്കിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്, പവറിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്, പക്ക ടോർക്ക് ആയിട്ടുള്ള ഒരു എഞ്ചിൻ. അതേപോലെ തന്നെ ഇപ്പോഴത്തെ 200cc സെഗ്മെന്റിലുള്ള വണ്ടികൾക്ക് പോലും ഇല്ലാത്ത അത്ര ഫീച്ചേഴ്സ്. ഞാനൊരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. ഈ ഒരു വണ്ടിയുടെ മോണോഷോക്ക് വരുന്നത് ശരിക്കും ഷോവന്റെ 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് ആണ് കേട്ടോ. ആദ്യമേ നിങ്ങൾ ചിന്തിക്കണം, ഇതൊരു കമ്പ്യൂട്ടർ ബൈക്കാണ്. കമ്പ്യൂട്ടർ ബൈക്ക് എന്ന് പറയുന്ന സമയത്ത് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് തരണം. ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല, മൈലേജ് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇറക്കുന്ന വണ്ടികളാണ്. അപ്പൊ അങ്ങനെ ഒരു സെഗ്മെന്റിലാണ് ഇമ്മാതിരി ഒരു ഐറ്റം. എന്റെ മോനെ ലുക്ക് വൈസ് നോക്കിയത് നിങ്ങൾ ഒരു രക്ഷയില്ല കേട്ടോ. ഫുള്ള് LED ഹെഡ്ലാമ്പ് യൂണിറ്റോട് കൂടിയിട്ടാണ് ഈ ഒരു വണ്ടി വരുന്നത്. എല്ലാം LED സെറ്റപ്പ് ആണ് കേട്ടോ. ഇൻഡിക്കേറ്റേഴ്സും അതേപോലെ തന്നെ ടൈലൈറ്റ്, ഈ ഒരു വണ്ടിയുടെ ഹെഡ്ലാമ്പ്, DRL എല്ലാവിധ കാര്യങ്ങളും LED ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, 200cc സെഗ്മെന്റിൽ പല വണ്ടികൾക്ക് ഇപ്പോഴും വരാത്ത കുറെ ഫീച്ചേഴ്സ് ഈ ഒരു വണ്ടിയിൽ ഉണ്ട് എന്നുള്ള ഒരു കാര്യം. അപ്പൊ ആദ്യമേ തന്നെ ഈ ഒരു വണ്ടി നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് പരിചയപ്പെടാലോ. ഇതാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇതല്ല ശരിക്കും ഹെഡ്ലൈറ്റ്, DRL ആണ്. ഇതിന്റെ അടിഭാഗത്തായിട്ടാണ് നമുക്ക് LED പ്രൊജക്ടർ ഹെഡ്ലാമ്പ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ ശരിക്കും വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഡിമ്മിനും ബ്രൈറ്റിനും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സൂപ്പർ ബൈക്കൊക്കെ തോന്നിപ്പിക്കാവുന്ന തരത്തിലാണ് ശരിക്കും ഈ ഒരു ഹെഡ്ലൈറ്റിന്റെ ഒരു പൊസിഷൻ. സെഗ്മെന്റിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു ഹെഡ്ലൈറ്റോട് കൂടിയിട്ടുള്ള വണ്ടി കാണുന്നത്. അവിടുന്ന് സൈഡുകളിലേക്ക് നോക്കുമ്പോൾ ആദ്യമേ നോട്ടം പോയി ഈ ഒരു LED ഇൻഡിക്കേറ്ററിന്റെ ഭാഗങ്ങളിലേക്കാണ് കേട്ടോ. പക്ക നമ്മുടെ പ്രീമിയം ബൈക്കുകളിലൊക്കെ കാണില്ല അത്തരത്തിലുള്ള LED ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. വിത്ത് ഹസാർഡ് ആണ് കേട്ടോ. അതായത് ഇതേപോലെ ഇരുണ്ടു മൂടിയ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് വണ്ടി കാണാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസാർഡ് ഒക്കെ ഇട്ട് വെച്ചിട്ട് പോകാനൊക്കെ ആയിട്ട് പറ്റും. അതേപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ടെലിസ്കോപ്പിക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കാണാം. ഇതൊന്നല്ല ഫ്രണ്ടിലത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡിസ്ക് ബ്രേക്ക് ആണ് കേട്ടോ, വിത്ത് ABS. ഈ ഒരു സെഗ്മെന്റില് 125cc ബൈക്കുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരു സംഭവമാണ് ABS എന്ന് പറയുന്നത്. ഈ ഒരു വണ്ടിയിൽ നമുക്ക് സിംഗിൾ ചാനൽ ABSോട് കൂടിയിട്ടാണ് ശരിക്കും ഇതിന്റെ 276 mm വരുന്ന ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ക ബ്രേക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ് കേട്ടോ. അതായത് പിടിക്കുമ്പോഴൊക്കെ നിൽക്കുന്ന പറയില്ല, അത്തരത്തിലാണ് അതിന്റെ ഒരു സെറ്റപ്പ് ഓടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ സൈഡുകളിലേക്കൊക്കെ വരുന്ന സമയത്ത് നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ശരിക്കും ഇതിന്റെ ഫൈബർ ഭാഗങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. എക്സ്ട്രീം എന്ന് പറഞ്ഞിട്ടുള്ള ബാഡ്ജിങ് മുകളിലാണ്. അതേപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോഴാണ് 125R എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് കേട്ടോ ശരിക്കും ആ ഒരു ഡിസൈനിന്റെ ഭംഗിയൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ താഴെ നമുക്ക് എയർ കൂൾഡ് എഞ്ചിൻ കാണാം. എഞ്ചിന്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വിത്ത് കിക്കർ ഉൾപ്പെടെയാണ് ശരിക്കും വരുന്നത്. ഇതൊക്കെ ഈ ഒരു സെഗ്മെന്റിൽ പെട്ടിട്ടുള്ള വണ്ടികൾക്ക് എന്തിട്ട് പറയാ കൂടപ്പുറപ്പായിട്ട് വരില്ല, അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിന്റെ സൈലൻസറും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു സൈഡിൽ കൂടെ കറങ്ങി തിരിഞ്ഞിട്ടൊക്കെയാണ് ശരിക്കും ഇങ്ങോട്ട് വരുന്നത്. ഇത് ഞാൻ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ക സ്പോർട്ടി ആയിട്ടാണ് ശരിക്കും ഇതിന്റെ മഫ്ലറും അതേപോലെ തന്നെ സൈലൻസറിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നല്ല പ്രീമിയം ക്വാളിറ്റി എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ പെയിൻ ക്വാളിറ്റി ശരിക്കും എടുത്തു പറയണം കേട്ടോ. ഇതിന്റെ ഓരോ ഭാഗങ്ങൾ അരിച്ച് പറക്കി നോക്കി കഴിഞ്ഞാലും പെയിൻ ക്വാളിറ്റിയുടെ ഭാഗത്ത് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒറ്റ കാര്യങ്ങളും തന്നെ കാണാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ പ്രീമിയം ലെവലിലാണ് ഇതിന്റെ ഫുഡ് ട്രസ്റ്റിന്റെ വരെ ആ ഒരു ഡിസൈൻ എന്നൊക്കെ പറയുന്നത്. സെൻട്രൽ സ്റ്റാൻഡ് ഒക്കെ ഉണ്ട്. ഇതാണ് വാഹനത്തിന്റെ മൊത്തത്തിലുള്ള ഒരു സൈഡ് ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ 125cc ബൈക്കാണെന്ന് ചിലപ്പോൾ ഡൗട്ട് തോന്നിന്ന് വരാട്ടോ. അത്ര സ്പോർട്ടിയാണ് ഈ ഒരു കമ്പ്യൂട്ടർ ബൈക്ക്. ആക്കിക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സൈസോട് കൂടിയിട്ടുള്ള ടയറും കാര്യങ്ങളൊക്കെ കാണാട്ടോ. ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടയർ ഹഗ്ഗർ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയിലാണ് അതിന്റെ ക്രമീകരണം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതിന്റെ മുകളിലായിട്ടാണ് ശരിക്കും നമ്പർ പ്ലേറ്റിന്റെ പൊസിഷൻ. ഭയങ്കര സ്പോർട്സ് ബൈക്കുകളിലൊക്കെ കാണില്ല, അത്തരത്തിലാണ് ശരിക്കും ഇതിന്റെ ടൈലിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റർ ഹെഡ്ലാമ്പ് ഒക്കെ പോലെ തന്നെ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ശരിക്കും ഇതിന്റെ ടൈലൈറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഒന്ന് ഞാൻ പിടിച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ശരിക്കും ഇതിന്റെ ടൈലൈറ്റിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ബാക്കിൽ നമുക്ക് ഡ്രം ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ അതൊരു കുറവായിട്ട് തോന്നുന്നില്ല കേട്ടോ. ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് റേഷ്യോ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പെർഫെക്റ്റ് ആണ് ഇതിന്റെ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ നല്ലൊരു ഗ്ലോസി ഗ്രേ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഗ്ലോസി ബ്ലാക്കും 3-in-1 ആണ് കേട്ടോ. അതായത് ഡുവൽ ടോൺ എന്ന് പറയുന്ന പോലെ തന്നെ 3 കളർ വേരിയന്റുകളിലും 3 ടോണിലായിട്ടാണ് ശരിക്കും ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്തും ഈ 200cc സെഗ്മെന്റിൽ വിട്ടുള്ള വണ്ടികളിൽ അതേപോലെ തന്നെയാണ് ഇതിന്റെ ലുക്കും അതേപോലെ തന്നെ ഇതിന്റെ സ്പേസും കാര്യങ്ങളൊക്കെ. സ്പ്ലിറ്റ് സീറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഫ്ലാറ്റ് ആണ് കേട്ടോ ഈ ഒരു സീറ്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ബാക്ക് സീറ്റ് ഇത്തിരി ഉയരത്തിലായിട്ടാണ് ശരിക്കും കൊടുത്തിട്ടുള്ളത്. അതായത് ആ ഒരു സ്പോർട്ടി ലുക്കിനനുസരിച്ചിട്ടുള്ള ആ ഒരു റൈഡിംഗ് പൊസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബാക്കിൽ കാണാം. ഇതിന്റെ ടാങ്കിന്റെ ഡിസൈൻ ഒരു രക്ഷയില്ലാട്ട്. ഇവിടെ നിന്ന് നോക്കുന്ന സമയത്താണ് നമുക്ക് ആ ഒരു കാല് വെക്കാനുള്ള ആ ഒരു പൊസിഷൻ ഉൾപ്പെടെ വേറൊരു ലെവല് ക്വാളിറ്റിയിലാണ് ശരിക്കും ഈ ഒരു ഫൈബർ ടാങ്ക് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. അതായത് ആ ഒരു ക്വാളിറ്റിയിൽ വരുന്ന ഫീലിംഗ് അവിടെ നിന്ന് നേരെ സ്വിച്ച് ബാഡിലേക്ക് എടുത്ത് നോക്കുന്ന സമയത്തും ഈ ഒരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് വരാട്ടെ. ഇത് ഏതെങ്കിലും പ്രീമിയം കാറ്റഗറിയിൽ വിട്ടിട്ടുള്ള 200 cc ഉള്ള ഒരു ബൈക്കാണെന്നുള്ള ഒരു കാര്യത്തിൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്
ഇതാണ് ഇതിന്റെ സെൽഫ് സ്റ്റാർട്ട് എഞ്ചിൻ കിൽ സ്വിച്ച് ഇതിന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റ് ഡിം ഹസാർഡ് ഇൻഡിക്കേറ്റർ ഹോൺ ഇത്തരത്തിലുള്ള ഒരുപാട് ടൈൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗങ്ങളിൽ കാണാട്ടോ. ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ തന്നെ ഇത്രയും മനോഹരമായിട്ടാണ് ശരിക്കും ഇതിന്റെ മീറ്റർ കൺസോൾ ശരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്തൊരു ക്യൂട്ടാന്ന് നോക്കി, ഇതിൽ ഇല്ലാത്ത ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു കീ സെറ്റിന്റെ ഭാഗങ്ങളും അത്യാവശ്യം നല്ലൊരു രീതിയിലാണ് കേട്ടോ ശരിക്കും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വൈസറും കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 200cc ബൈക്കാണെന്ന് ചിലപ്പോൾ ഡൗട്ട് തോന്നിയെന്ന് വരാം. മീറ്ററിന്റെ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ശരിക്കും ഒരു നേക്കഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ബൈക്ക് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സെഗ്മെന്റ് പോലെയാണ് എനിക്ക് ശരിക്കും തോന്നുന്നത് കേട്ടോ. 125cc ബൈക്കായിട്ട് ഒരു തരത്തിലുള്ള ഒരു ബന്ധമില്ല എന്ന് പറയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്ലെൻഡർ അതേപോലെ തന്നെ പ്ലാറ്റിന അത്തരത്തിലുള്ള വണ്ടികളുടെ ഇടയിലേക്ക് റൈഡർ പോലെയുള്ള വണ്ടികൾ വന്നപ്പോഴാണ് ഈ ഒരു സെഗ്മെന്റിൽ ഇത്ര ഭംഗിയുള്ള വണ്ടികൾ ഇറക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിച്ചത്. പക്ഷെ അതിനെക്കാട്ടൊക്കെ ഒരുപാട് മുമ്പിലാണ് ഈ ഒരു വണ്ടിയുടെ ലുക്കും അതേപോലെ തന്നെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ. എന്തായാലും മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് 124.7cc എയർ കൂൾഡ് എഞ്ചിനിൽ 10.5 ന്യൂട്ടൺ മീറ്റർ ടോർക്കും അതേപോലെ തന്നെ 11.4 bhp പവറൊക്കെയാണ് ശരിക്കും ഈ ഒരു വണ്ടിയുടെ എഞ്ചിനിൽ ഉത്പാദിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0 to 60 അടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വണ്ടിക്ക് വെറും 5.9 സെക്കൻഡ്സ് മാത്രം മതി. അത്രയും പവർഫുൾ അതേപോലെ തന്നെ അത്രയും ടോർക്കാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. 4ാമത്തെ ഗിയർ മാത്രം മതി ഈ ഒരു വണ്ടി സിറ്റിയിൽ അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള റോഡുകളിലൊക്കെ ശരിക്കും ഓടിച്ചടങ്ങാനായിട്ട്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ഷനോട് കൂടി വരുന്ന ഈ ഒരു വണ്ടിക്ക് ഏകദേശം 65 കിലോമീറ്ററിന് അടുത്താണ് ശരിക്കും മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത്. അതും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇത്തരത്തിലുള്ള ഒരു ബൈക്കിൽ. എന്തായാലും ഈ ഒരു ഡയമണ്ട് ഫ്രെയിമിലുള്ള വണ്ടിയിൽ ഈ ഒരു എഞ്ചിന്റെ കളർ കോമ്പിനേഷൻ എന്തായാലും വേറെ ലെവലായി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിന്റെ വീലിന്റെ ഭാഗങ്ങൾ എടുത്ത് പറയണം കേട്ടോ. നമ്മൾ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 17 ഇഞ്ചിന്റെ വീൽസിൽ 90 ശരിക്കും ഇതിന്റെ ടയറിന്റെ സൈസ് വരുന്നത് അലോയ് വീൽസ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ബാക്കിലും അത്യാവശ്യം നല്ല സൈസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 120/80/17 ആണ് ബാക്ക് ടയറിന്റെ സൈസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഗ്രിപ്പിങ്ങോട് കൂടിയുള്ള പാറ്റേൺസും കാര്യങ്ങളൊക്കെ ഈ ഒരു ടയറുമ്പോൾ നിങ്ങൾക്ക് കാണാം. പിന്നെ ഈ ഒരു വണ്ടിയിൽ എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ. അതായത് ഈ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഏകദേശം 180 mm വരുന്നുണ്ട്. അതേപോലെ തന്നെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 794 mm വരുന്നുണ്ട് കേട്ടോ. 10 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയോട് കൂടി വരുന്ന ഈ ഒരു മോഡലിന് ഏകദേശം 136 മാത്രമാണ് ശരിക്കും മൊത്തത്തിലുള്ള ഭാരം കൂടെ വരുന്നത്. അതായത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ആർക്കും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ഇതിന്റെ മൊത്തത്തിലുള്ള എല്ലാവിധ സെറ്റപ്പുകളും. ഗൈസ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ കിളി പോയി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിളി പോകാൻ ചാൻസ് ഉള്ള അടുത്തൊരു സംഭവമാണ് ഈ ഒരു വണ്ടിയുടെ മീറ്റർ എന്ന് പറയുന്നത്. എന്റെ കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പൾസിന്റെ കിളി അതേപോലെ തന്നെ തോന്നിക്കുന്ന കാര്യത്തിലുള്ള ഒരു കീ ആണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഇതൊന്ന് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം. ഇതാണ് ഈ ഒരു വണ്ടിയുടെ മീറ്ററിന്റെ ആ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ചെറിയൊരു മീറ്റർ ആണ് കേട്ടോ, പക്ഷെ ഇത്രയും ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഇത്ര സ്റ്റാൻഡേർഡിൽ ഞാൻ ഈ ഒരു സെഗ്മെന്റിൽ ഇത്തരത്തിലുള്ള ഒരു മീറ്റർ കണ്ടിട്ടില്ല. ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോണ സമയത്ത് നമുക്ക് ടാക്കോമീറ്റർ വന്നിട്ടുണ്ട്, സ്പീഡ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ടൈം കാണിക്കും. ഇവിടെ നമുക്ക് ഓഡോമീറ്റർ ആണ് കാണിക്കുന്നത്. ഫ്യൂൽ ഗേജ് താഴെ ശരിക്കും വന്നിട്ടുണ്ട്. അതിന് പുറമെ ഈ ഒരു മോഡലിൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ ഗിയറിലേക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണാം. അതിന് പുറമെ സൈഡ് സ്റ്റാൻഡിന് വേണ്ടിയിട്ടുള്ള വാണിംഗ് ഉണ്ട് കേട്ടോ. സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് വന്നിട്ടുണ്ട്. പിന്നെ ഫ്യൂലിന്റെ വാണിംഗ്, എഞ്ചിൻ വാണിംഗ്, ന്യൂട്രൽ ലൈറ്റ്, ഹസാർഡ്, ABS ഇത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയിട്ട് ഈ ഒരു വെയിലത്ത് നല്ല രീതിയിൽ ഡീറ്റെയിൽസ് കിട്ടുന്ന തരത്തിലാണ് ശരിക്കും ഈ ഒരു മീറ്ററിന്റെ ഡിസൈനിങ് അതേപോലെ തന്നെ ലുക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പെർഫോമൻസും വളരെ സിമ്പിൾ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ ആണ് കേട്ടോ. പക്ഷെ നമുക്ക് വേണ്ട ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും തന്നെ ഇതിൽ ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കാം. ഈ ഒരു സെഗ്മെന്റിൽ ഈ ഒരു മോഡലിനെ രണ്ടും കൽപ്പിച്ചിട്ടാണ് ശരിക്കും ഹീറോ ഇറക്കിയിട്ടെന്നുള്ള ഒരു കാര്യം. എന്തായാലും ലുക്ക് വൈസ് ഓക്കെയാണ്. അതേപോലെ തന്നെ ബാക്കി ഫീച്ചേഴ്സിലും കാര്യങ്ങളിലും എല്ലാത്തിലും വേറെ ലെവലാണ്. ഇനി വണ്ടി ഓടിച്ചതിന് ശേഷമുള്ള കുറച്ച് എക്സ്പീരിയൻസ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് നൈസ് ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത്തിരി തടിയുള്ളവർക്ക് ഈ ഒരു വണ്ടി കംഫർട്ട് ആവുന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷെ ഒട്ടും തന്നെ നിങ്ങൾ പേടിക്കേണ്ട, ഇഷ്ടം പോലെ സ്പേസ് ആണ് ശരിക്കും ഈ ഒരു ടാങ്കിന്റെ ഭാഗങ്ങളിൽ ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ പൊസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷ്വൽ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഞാൻ ഓടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ക അപ്രൈറ്റ് ആയിട്ടാണ്. അപ്പൊ എന്റെ ഒരു ഹൈറ്റ് 5.5, എന്റെ ഹൈറ്റ് വെച്ചിട്ട് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് കാലെത്തണുണ്ട് കേട്ടോ. ഭയങ്കര എന്താ പറയാ, ഒരു വേറെ ലെവൽ വണ്ടി എന്നൊക്കെ പറയില്ല, അത്തരത്തിലാണ് എനിക്ക് ഈ ഒരു വണ്ടിയുടെ മൊത്തത്തിൽ തോന്നുന്നത്. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ റൈഡിംഗ് പൊസിഷൻ. ഇപ്പൊ ഞാൻ ഇത്തിരി സ്പോർട്ടി ലുക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ കമ്പ്യൂട്ടർ ബൈക്കിൽ വരുന്ന പോലെ തന്നെ പക്ക അപ്രൈറ്റ് ആയിട്ടാണ് ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൈഡ് സ്റ്റാൻഡ് സെൻസർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല. സ്റ്റാൻഡ് കെട്ടി വണ്ടി സ്റ്റാർട്ടായി. ഇതാണ് വണ്ടിയുടെ സൗണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു 160cc സെഗ്മെന്റിലോട്ടുള്ള വണ്ടികളില്ലേ, അതിനെക്കാട്ടും എന്തായാലും ഈ ഒരു വണ്ടിക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ ശരിക്കും വന്നിട്ടുണ്ട്. നല്ലൊരു മഴ കിട്ടിയിട്ട് അതുകൊണ്ട് വീഡിയോ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ ജസ്റ്റ് നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ്. അത്യാവശ്യം നല്ല പവർഫുൾ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 5.9 സെക്കൻഡിൽ വണ്ടി 0 to 60 അടിക്കൂട്ടോ. അത്രയും പവർഫുൾ ആണ്. അതേപോലെ തന്നെ അത്രയും ടോർക്ക് ആയിട്ടുള്ള
ഒരു എഞ്ചിൻ സെറ്റപ്പാണ് ശരിക്കും ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് തരാം ഇത് 150cc ഉള്ള ബൈക്കാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നിയെന്ന് വരാം. പിന്നെ ഫോർത്ത് ഗിയർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒട്ടും തന്നെ, അതായത് ഞാനിപ്പോൾ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്, ഈ ഒരു ഗിയറിൽ തന്നെ നമുക്ക് ഈ ഒരു കുറഞ്ഞ സ്പീഡിൽ വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. അതിന് പുറമെ 5th ഗിയറും കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് ഹൈവേയിൽ ഉപയോഗിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ക്ലച്ച് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ. അതായത് ട്രാഫിക്കിലേക്ക് പോകുന്ന സമയത്ത് ഒട്ടും ബുദ്ധിമുട്ടാണ് ഉണ്ടാവാത്ത രീതിയിൽ, എന്ന് വെച്ചാൽ അത്യാവശ്യം ലോങ് ഒക്കെ പോകാനവർക്ക് അത്യാവശ്യം നല്ല പവർഫുള്ളും അതേപോലെ തന്നെ പക്ക അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. എല്ലാ സെഗ്മെന്റിലും വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നത്, അതായത് ടൂറിങ്ങിനും സിറ്റി യൂസിനും അതിന് പുറമെ ഡെയിലി യൂസിനും പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി വണ്ടി കേട്ടോ. ഇപ്പൊ കുറച്ച് ഡിമ്മാണ് എന്ന് വെച്ചാൽ നമുക്ക് ആ മീറ്ററിന്റെ ഡീറ്റെയിൽസ് കണ്ടില്ലേ, കണ്ണിനൊന്നും ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊക്കെ തന്നെയാണ് ശരിക്കും കാണാനായിട്ട് കഴിയണത്. പിന്നെ ഇതിന്റെ ബ്രേക്കിങ്ങിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മളിപ്പോ ഒരു നല്ലൊരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക, അപ്പൊ പെട്ടെന്ന് കണ്ടോ ഫ്രണ്ട് ബ്രേക്ക് മാത്രം പിടിച്ചാൽ മതി. 276 mm ഡിസ്ക് ബ്രേക്കാണ് ശരിക്കും ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. ബാക്ക് ബ്രേക്ക് ഒരു സപ്പോർട്ടിലാണെന്ന് നിങ്ങൾക്ക് തോന്നി ഈ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത്. എന്തായാലും മൊത്തത്തിൽ വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ വീഡിയോന്റെ താഴെ ഇടാം. അപ്പൊ നമുക്ക് ഈ ഒരു വണ്ടി എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴയ്ക്കൽ കല്യാൺ ഹീറോയിലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ബുക്കിംഗ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഡൗട്ടുകൾക്കും അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നിലവിൽ ഇത്രയും പറ്റുള്ള നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.